പ്രസിദ്ധ മാപ്പിള സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിനെ ഓർമ്മിക്കാനായി കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ ചെയർ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയാണ് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായിട്ടുള്ള TT ശ്രീകുമാർ. മധ്യകാല മലയാള സാംസ്കാരികത ഷെൽഡൻ പുള്ളോക്കിൻ്റെ രീതിശാസ്ത്രത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രകാശിതമായ പുസ്തകത്തിന്റെ എഡിറ്റർ ശ്രീ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിനെ കുറിച്ച് വിജ്ഞാനപ്രദമായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ബാബ പാലക്കുന്ന്, ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ബക്കർ, CH മുഹമ്മദ് കോയ ചെയർ ഫോർ ഡെവലപ്പിംഗ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഖാദർ പാലാഴി, അതിൻ്റെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ബഹുമാനനായ ജനാബ് അബ്ദുറഹ്മാൻ മങ്ങാട്, മറ്റ് ബാലകൃഷ്ണൻ വള്ളിക്കുന്നിൻ്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ മകൾ ദീന, മറ്റ് കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CH മുഹമ്മദ് കോയ ചെയർ ഫോർ ഡെവലപ്പിംഗ് സ്റ്റഡീസ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യോഗത്തിൽ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, വളരെ കൃത്യതയോടെയും അതുപോലെ തന്നെ ശ്രീ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിൻ്റെ സമഗ്രമായ സംഭാവനകളെ വിലയിരുത്തുകയും ചെയ്ത ഡോക്ടർ ബാബ പാലക്കുന്നിൻ്റെ അനുസ്മരണ പ്രഭാഷണമായിരുന്നു. ഈ പ്രകാശിതമായ പുസ്തകത്തെ, അതിൻ്റെ ഉള്ളടക്കത്തെ വളരെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് അബൂബക്കർ മാസ്റ്റർ നടത്തിയ പ്രഭാഷണവും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാങ്കേതികമായ ഒരു വിഷയമാണ് എന്ന് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് തോന്നുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ചെയ്ത പ്രഭാഷണങ്ങളുടെ ഒരു തുടർച്ച മാത്രമായിരിക്കും എൻ്റെ പ്രഭാഷണം. ഒരുപക്ഷെ ഞാൻ പുതുതായി അവതരിപ്പിക്കുന്ന ഒരു പേര് പോലെ തോന്നാം ഷെഡ്ലിന്റെ പേര്, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് മറ്റൊരു തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു സംസ്കൃത പണ്ഡിതനാണ്. സംസ്കൃത ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നടത്തിയിട്ടുള്ള ഒരു ആഗോള ചിന്തകനാണ് ഷെൽഡൻ പുള്ളോക്ക്. കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെടുന്ന നിരവധി കാര്യങ്ങൾ നിരന്തരം എന്നോണം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഷെൽഡൻ പുള്ളോക്കിന്റെ പേര് പരാമർശിച്ച് കാണാറില്ല. അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രസക്തമായൊരു രാഷ്ട്രീയ സന്ദർഭമുണ്ട്. കേരളം പോലെ ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയൊക്കെ എല്ലാവരും എതിർക്കുന്നു എന്ന് നാം പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശത്തിൽ യഥാർത്ഥത്തിൽ ഷെൽഡൻ പുള്ളോക്ക് ചെയ്തിട്ടുള്ള സംഭാവന എന്താണ് എന്നുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ഉണ്ടാവുന്നില്ല. അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സംഭാവന എന്താണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശത്രു ആരാണ് എന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിനെതിരെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയത് ആരാണ് എന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിനെതിരെ ഇറങ്ങിയ പുസ്തകത്തിന്റെ പേര് ബാറ്റിൽ ഫോർ സാൻസ്ക്രിറ്റ് എന്നാണ്. സംസ്കൃതത്തിനായുള്ള യുദ്ധങ്ങൾ ആ പുസ്തകത്തിന്റെ പേരാണ്. ഈ സംസ്കൃതത്തിലുള്ള ഒരു ഇടപെടലിനെ, ഷെൽഡൻ പുള്ളോക്കിന്റെ സംസ്കൃതത്തിലെ ഇടപെടലിനെ സംസ്കൃതത്തിനായുള്ള യുദ്ധങ്ങൾ, ഒന്നുകിൽ അദ്ദേഹത്തിൽ നിന്ന് സംസ്കൃതത്തെ വീണ്ടെടുക്കാനുള്ള ഒരു യുദ്ധം, അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്നത് സംസ്കൃതത്തിനെതിരെ ഉള്ള ഒരു യുദ്ധമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഇത് എഴുതിയിരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ആഗോള ചിന്തകനായ രാജീവ് മൽഹോത്രയാണ്. ഇന്ത്യൻ അമേരിക്കൻ വലതുപക്ഷത്തിന്റെ ജിഹ്വയായ, ലോകമെമ്പാടും ഹിന്ദുത്വാശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത രാജീവ് മൽഹോത്ര എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ബാറ്റിൽ ഫോർ സാൻസ്ക്രിറ്റ്. അത് കൃത്യമായും ഷെൽഡൻ പുള്ളോക്കിന്റെ പേര് പറഞ്ഞ്, അദ്ദേഹത്തെ മാത്രം പേര് പറഞ്ഞ് എതിർക്കുന്ന ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണ് ഷെൽഡൻ പുള്ളോക്ക് ഹിന്ദുത്വവാദികളെ സംബന്ധിച്ചോളം ഇത്രയും ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിന്തകനായി മാറുന്നത് എന്ന് പരിചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് ആലോചിക്കാൻ.
ഈ ബാറ്റിൽ ഫോർ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, സംസ്കൃതത്തിനായുള്ള യുദ്ധം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പ്രധാനമായും ഷെഡ്യൂൾഡ് പൊള്ളക്കിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള കാരണം അദ്ദേഹം സംസ്കൃതത്തെ അതിൻ്റെ വരേണ്യ സർക്യൂട്ടിൽ നിന്ന് മോചിപ്പിച്ച് അതിൻ്റെ ചരിത്രത്തെ കൂടുതൽ നിസ്സംഗതയോടെ, അതിൻ്റെ ചരിത്രത്തെ കൂടുതൽ വസ്തുനിഷ്ഠമായി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. എന്താണ് രാജീവ് മൽഹോത്രയെ പോലുള്ളവരുടെ പ്രധാനപ്പെട്ട ആവശ്യം? അദ്ദേഹം ഈ നാരായണമൂർത്തി ഒരു മൂർത്തി ഫൗണ്ടേഷൻ ഉണ്ട്. അത് സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ മറ്റ് ഇംഗ്ലീഷിലേക്കും മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പുനഃപ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുൻകൈ എടുക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ അധ്യക്ഷനായി ഷെൽഡൻ പൊള്ളക്കിനെ നിയമിച്ചതിനെതിരെ ഇന്ത്യയിലെ സർവകലാശാലകളിലെ വലതുപക്ഷ അധ്യാപകരുടെ ഒപ്പുശേഖരണം നടന്നു എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷെൽഡൻ പൊള്ളക്കിനെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒപ്പുശേഖരണം നടന്നു. അതുപോലെ തന്നെ ഈ പുരി ശങ്കരാചാര്യരുടെ മഠം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത പഠന കേന്ദ്രത്തിന് ഒരു ചെയർ, ചെയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെയറിനെ കൊടുക്കുകയും അതിന് സംഭാവന ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അതിനെ എതിർത്ത് ഇവിടെ ഒപ്പുശേഖരണം നടന്നു. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് സംസ്കൃതം ഇതാ പാശ്ചാത്യരും ഇടതുപക്ഷ ചിന്തകരും അറബ് ചിന്തകരും ഒക്കെ കൂടി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. നമ്മുടെ സംസ്കൃതത്തെ മറ്റാരൊക്കെയോ കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഈ സംസ്കൃതത്തെ കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, സംസ്കൃതത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന വേവലാതി, വ്യാകുലത ഇവർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സംസ്കൃതത്തിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യവച്ഛേദിക്കാനും അപഗ്രഥിക്കാനും ഷെൽഡൻ പൊള്ളക്ക് തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹം ഈ സാൻസ്ക്രിറ്റ് കോസ്മോപോളിസ് എന്ന് പറയുന്ന, അതായത് ഒരു സംസ്കൃത സാർവലൗകിക അല്ലെങ്കിൽ സംസ്കൃത സാർവദേശീയത എന്ന ഒരു പരികൽപ്പന അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അതായത് നമ്മളിപ്പോ AD എന്ന് പറയുന്നത്, ഇപ്പോൾ അതിന് നമ്മൾ CE എന്നാണ് പറയുക, കോമൺ ഇറ, മുമ്പ് അന്നോ ഡോമിനോ എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്ന് BC എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ആ ഒരു മതപരമായിട്ടുള്ള ചട്ടക്കൂട് മാറ്റിയിട്ട് ഇപ്പോൾ അക്കാഡമിക് പഠനങ്ങളിലും ചരിത്ര പഠനങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ചുരുക്കം എന്ന് പറയുന്നത് BCE, ബിഫോർ കോമൺ ഇറ, അതാണ് BCക്ക് ഉപയോഗിക്കുന്നത്. BCE. AD എന്നുള്ളതിന് നമ്മൾ കോമൺ ഇറ CE എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ AD എന്ന് പറയുന്നത് പോലെ 300 CE മുതൽ 1300 CE വരെ, അതായത് AD എന്നാണ് ഉദ്ദേശിക്കുന്നത്. 300 AD മുതൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം അത് അക്കാഡമിക് മേഖലയിലാണ് കൂടുതലും ആ പ്രയോഗം ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ജനസാമാന്യത്തിനിടയിലേക്ക് AD എന്ന് പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. AD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ ഇതാണ് ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട, ജോർജിയൻ കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ ഈ 300 CE മുതൽ കോമൺ ഇറ മുതൽ 1300 കോമൺ ഇറ വരെയുള്ള കാലഘട്ടത്തിലുള്ള സംസ്കൃതത്തിന്റെ ആഗോള പ്രയാണം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചതാണ്? അത് ഇന്ന് നമ്മൾ ഈ ഇന്ത്യയുടെ ഏതോ ഒരു പ്രാചീന ഭാഷ എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനും അതിനെ ഇന്ത്യയുടെ തന്നെ ഏതാണ്ട് ഒരു തനി സ്വത്തായി കാണാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സമീപനത്തെ വെല്ലുവിളിക്കുന്നതും സംസ്കൃതത്തിന്റെ പ്രചാരവും പ്രയാണവും ആഗോള പ്രയാണവും അത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയതല്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ വേദങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, വേദങ്ങൾ ഇന്ത്യയുടെ വേദങ്ങൾ എന്നാണ് നമ്മൾ പറയുക. ഈ ലോക വ്യാപാര സംഘടനയ്ക്ക് ജോഗ്രാഫിക് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പദമുണ്ട്, അവർ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, ജോഗ്രാഫിക് ലൊക്കേഷൻ. ഇപ്പൊ ബസ്മതി അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോർഡറിലുള്ള നേപ്പാൾ ഇന്ത്യൻ ബോർഡറിലുള്ള ബസ്മതി ഗ്രാമത്തിൽ നിന്നുണ്ടാകുന്ന അരി എന്നുള്ള അർത്ഥത്തിലാണ് അത് വരും. ഇപ്പൊ സ്കോച്ച് വിസ്കി ഇവിടെ പറയാമോ എന്നറിയില്ല. സ്കോച്ച് വിസ്കി എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ ആ പേര് തന്നെ വരുന്നത്. അതാണ് ജോഗ്രാഫിക് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ജോഗ്രാഫിക് ലൊക്കേഷൻ വേദങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വേദങ്ങൾ ഏത് രാജ്യത്തിന്റെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിലാണ് യഥാർത്ഥത്തിൽ ഈ വേദകാലത്ത് ഈ അവിടെ ആളുകൾ താമസിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ. അവിടെ നിന്നാണ് പിന്നീടാണ് താഴെ അല്ലെങ്കിൽ ഈ തെക്കോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ജോഗ്രാഫിക് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനാണ്. അങ്ങനെ ഈ സംസ്കൃത ഭാഷയെ സംബന്ധിച്ചോളം അതിന്റെ ആദ്യ കാലത്താണെങ്കിലും ശരി, പിൽക്കാലത്താണെങ്കിലും ശരി, ഇന്ന് നമ്മൾ ഇന്ത്യ എന്നും അവർ ഭാരതം എന്നും മാത്രവും പറയാൻ ആഗ്രഹിക്കുന്ന പ്രദേശത്തിന്റെ രാഷ്ട്രാതിർത്തികൾക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു ഭാഷയല്ല സംസ്കൃതം. അങ്ങനെയല്ല സംസ്കൃതം വളർന്നിട്ട്. ഈ അതിർത്തിക്കുള്ളിൽ അതിന് പ്രത്യേകമായ ചില ധർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അരക്കിട്ടുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ധർമ്മങ്ങൾ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ചില കൃതികളും നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ പോലും
ഒരു ഭാഷ എന്നുള്ള രീതിയിൽ മറ്റു പല പ്രദേശങ്ങളിൽ, കാരണം സംസ്കൃത ഭാഷ സ്വീകരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു വ്യവഹാര ഭാഷയായി, ഒരു സംസാര ഭാഷയായി ഒരു കാലത്തും ഒരു സ്ഥലത്തും സംസ്കൃതം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ വിപുലമായി ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും കംബോഡിയയിലും ചൈനയുടെ വിവിധ ഭാഗങ്ങളിലും ഏഷ്യയുടെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും മലേഷ്യയിലും ഒക്കെ തന്നെ സംസ്കൃതം, മലേഷ്യയിലെ പ്രധാനപ്പെട്ട IT നഗരത്തിന്റെ പേരെന്താണ്? പുത്രജയ എന്നാണ്. പുത്രജയ എന്നാണ് പേര്. തായ്ലൻഡിലെ ബാങ്കോക്ക് വിമാനത്താവളത്തിന്റെ പേരെന്താണ്? സുവർണഭൂമി എന്നാണ്. ഇന്തോനേഷ്യയിലെ ഔദ്യോഗിക എയർലൈൻസിന്റെ പേരെന്താണ്? ഗരുഡ എയർലൈൻസ് എന്നാണ്. ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ് എന്ന് നമുക്കറിയാം. ഈ പ്രദേശങ്ങളിലൊക്കെ സംസ്കൃതം പ്രചരിച്ചത് ബ്രാഹ്മണ്യാധിപത്യത്തിന്റെ പേരിലല്ല. അവിടെയൊന്നും അത്തരത്തിലുള്ള ജാതിപരമായ ആധിപത്യമില്ലാതെ ഈ ഭാഷ പ്രചരിച്ചിട്ടുണ്ട്. ഈ ഭാഷ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗിക ഭാഷ എന്നുള്ള രീതിയിൽ. അവിടുത്തെ വരേണ്യവർഗത്തിന്റെ ഭാഷ അല്ലെങ്കിൽ വരേണ്യവർഗത്തിന്റെ ബൗദ്ധിക പ്രകാശനത്തിന്റെ ഭാഷ എന്നുള്ള രീതിയിൽ സംസ്കൃതം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ പോലും ഇന്ത്യയിലുള്ള തരത്തിലുള്ള സങ്കുചിതമായ ഒരർത്ഥം സംസ്കൃതത്തിന് മറ്റ് പ്രദേശങ്ങളിൽ കൊടുത്തിട്ടില്ല. ഈ വസ്തുതകളെല്ലാം തന്നെ ഷെൽഡൻ പൊള്ളോക്ക് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ രചനകളിലൂടെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ഈ സാൻസ്ക്രിറ്റ് കോസ്മോപോളിസ് എന്ന് പറയുന്ന ഒരു ഭാഷ, അതായത് രാജാധികാരത്തിന്റെ മാത്രം അല്ലെങ്കിൽ ക്ഷത്രിയാധികാരത്തിന്റെയോ ബ്രാഹ്മണ്യാധികാരത്തിന്റെയോ സംരക്ഷണയിൽ മാത്രമല്ലാതെ വളരുവാനും നിലനിൽക്കുവാനും കഴിഞ്ഞ ഒരു സമാന്തര ചരിത്രം യഥാർത്ഥ സംസ്കൃതത്തിനുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സംസ്കൃതം ഏതെങ്കിലും ഒരു വരേണ്യരുടെ ഭാഷയായി മാത്രം തുടരേണ്ടതില്ല എന്നും അത് ജനസാമാന്യത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ പ്രചരിക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു ജനാധിപത്യ തത്വം കൂടി തന്റെ ചരിത്ര വിശകലനത്തിൽ ഉൾച്ചേർത്തു എന്നുള്ളതാണ് ഷെൽഡൻ പൊള്ളക്കിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള സംഭാവന. ഈ സംഭാവനയെ സംസ്കരിക്കുന്നതിനും ഇങ്ങനെ സംസ്കൃതത്തെ അതിന്റെ ജനാധിപത്യപരമായ ഒരു ചരിത്ര പശ്ചാത്തലത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തെയാണ് സങ്കുചിതവാദികൾ എപ്പോഴും ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരെ, അദ്ദേഹത്തിനെതിരെ ഇത്രയും ശത്രുത ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദം നിലയ്ക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിശബ്ദനാക്കാനായി അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതും. അദ്ദേഹത്തെ സ്കാൻഡലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്നത് അമേരിക്കൻ ഓറിയന്റലിസ്റ്റ് എന്നാണ്. ഈ ഓറിയന്റലിസ്റ്റ് എന്നുള്ള പദം ലോക ബൗദ്ധിക മേഖലയിൽ എഡ്വേർഡ് സയ്യിദാണ് വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത് കൊളോണിയലിസ്റ്റുകൾ എങ്ങനെയാണോ നമ്മുടെ ഭാഷകളെയും സംസ്കാരത്തെയും വീക്ഷിച്ചതും അതിനെ സ്വാംശീകരിക്കാൻ ശ്രമിച്ചതും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സമഗ്രമായ ഒരു സൈദ്ധാന്തിക ഇടപെടലാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. പൗരസ്ത്യവാദം, അതിനെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പൗരസ്ത്യവാദത്തിന് വളരെയധികം വിശകലനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭാഷയുണ്ട്, സംസ്കാരമുണ്ട്. ആ ഭാഷയും സംസ്കാരവും യൂറോപ്യൻ സംസ്കാരത്തെക്കാളും യൂറോപ്യൻ ഭാഷകളെക്കാളും കുറഞ്ഞതാണ് എന്ന് വിചാരിക്കുകയും ഇത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ്, നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സംസ്കാരവും എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന പാശ്ചാത്യരുടെ രീതിശാസ്ത്രത്തെ ആണ് പൗരസ്ത്യവാദം എന്ന് വിളിക്കുന്നത്. ഈ പൗരസ്ത്യവാദം എന്ന് പറയുന്നത് ഒരു അധികാര പ്രയോഗമാണ്. അത് കൊളോണിയലിസത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു അധികാര പ്രയോഗമാണ് ആ അർത്ഥത്തിൽ ഈ പൗരസ്ത്യവാദം എന്ന് പറയുന്നത്. അപ്പൊ ഈ പൗരസ്ത്യവാദി എന്ന് ഷെൽഡൻ പൊള്ളക്കിനെ വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹം സംസ്കൃതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സംസ്കൃതത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അമേരിക്കൻ ഓറിയന്റലിസ്റ്റ് എന്നാണ് ഇവർ വിളിക്കുന്നത്. അമേരിക്കൻ ഓറിയന്റലിസം എന്ന് പറയുന്നത് അവർക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ ഓറിയന്റലിസം പോലെ ആളുകളുടെ ഇടയിൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ചിലവാകുന്ന സാധനമല്ല എന്നവർക്കറിയാം. കാരണം അമേരിക്കൻ കൊളോണിയൽ ഓറിയന്റലിസത്തിന്റെ പൗരസ്ത്യവാദത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൊളോണിയൽ അധിനിവേശമാണ്, കൊളോണിയൽ അധികാരമാണ്. അത്തരത്തിലുള്ള ഒരു അധികാര ബലത്തിലല്ല സംസ്കൃതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പുരോഗമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അധിനിവേശ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി ഷെൽഡൻ പൊള്ളോക്കിന്റെയും മറ്റുള്ളവരുടെയും ഇടപെടലുകളെ അടയാളപ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ട് അവരെ സ്കാൻഡലൈസ് ചെയ്യാൻ വേണ്ടി ഓറിയന്റലിസം എന്ന പദം, പൗരസ്ത്യവാദം എന്ന പദം ദുരുപയോഗം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവര് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ വളരെ വിശദമായി ഒരു പശ്ചാത്തലം പഠിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഈ സംസ്കൃത സാർവദേശീയത എന്ന് ഷെൽഡൻ പൊള്ളോക്ക് ഉപയോഗിക്കുന്ന പരികല്പന, അദ്ദേഹം അതിങ്ങനെ അനുസ്യൂതം തുടരുന്ന ഒന്നായിട്ടല്ല കണക്കാക്കിയിട്ടുള്ളത്. അതിന് ഒരു തുടക്കമുള്ളത് പോലെ തന്നെ അതിനൊരു ഒടുക്കവുമുണ്ട്. അല്ലാതെ അതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയല്ല. ഇപ്പോഴും അതെങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം വളരെ സമഗ്രമായ ഒരു ഘട്ടത്തിൽ പഠിക്കുന്നത്. AD 300 കാലഘട്ടത്തോടു കൂടി സാഹിത്യം
ഇപ്പൊ കാളിദാസന്റെ ആണെങ്കിലും ഭാസന്റെ ആണെങ്കിലും ഈ സാഹിത്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, സംസ്കൃത സാഹിത്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അതുവരെ ഉണ്ടായിരുന്ന ഈ മഹാഭാരതവും രാമായണവും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ ചെയ്തിരുന്നൊരു ധർമ്മമല്ല ഈ സാഹിത്യം നിർവഹിക്കുന്നത്. ഈ സാഹിത്യം പ്രധാനമായും ഇപ്പൊ കാളിദാസന്റെ സാഹിത്യമാണെങ്കിലും ശരി, ഭാസന്റെ സാഹിത്യമാണെങ്കിലും ശരി, പലപ്പോഴും പുരാണങ്ങളിൽ നിന്ന് കടം കൊള്ളുന്നുണ്ടെങ്കിൽ പോലും പുരാണങ്ങളിൽ ഇപ്പൊ നമ്മൾ പുരാണങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരേ കഥയ്ക്ക് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. നമുക്കറിയാം മിത്തിന് എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവും, പല വേരിയേഷൻസും മിത്തിനുണ്ടാവും. മൈത്തോളജി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ വേരിയേഷൻസ് ഉള്ള ഒന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഈ പുരാണത്തിൽ പറയുന്നതിനെ നമ്മൾ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് എടുക്കുന്നത്. ദൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ രാമായണത്തെ കാണുന്നത്. ഹിന്ദു ഇപ്പോഴത്തെ ഈ ബ്രാഹ്മണന്റെ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് മഹാഭാരതത്തെ കാണുന്നത്. ഉദാഹരണത്തിന് അങ്ങനെ അല്ല എന്ന് നമുക്ക് വാദിക്കാനും സമർത്ഥിക്കാനും സാധിക്കുമെങ്കിൽ പോലും ദശാവതാരം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഹൈന്ദവ തിയോളജിയുടെ ഭാഗമായി വേദങ്ങൾക്ക് ശേഷം വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ദശാവതാരത്തിൽ രാമനെ കുറിച്ച് പറയുന്നത് പ്രധാനമായും പറയുന്ന കൃതി ഏതാണ്? വാൽമീകി രാമായണമാണ്. കൃഷ്ണന്റെ മുഴുവൻ കഥകൾ പറയുന്ന കൃതി ഏതാണ്? ഏതാണ്ട് മുഴുവൻ കൃതികൾ പറയുന്ന ചെയ്തികൾ പറയുന്ന കൃതി ഏതാണ്? മഹാഭാരതമാണ്. ഈ ദശാവതാരത്തിലെ കൃഷ്ണനും രാമനും ഇല്ലാതെ ദശാവതാരമില്ല. ഹൈന്ദവ തിയോളജിയുടെ ദൈവശാസ്ത്രത്തിന്റെ ഒരു ക്ലോഷർ ഉണ്ടാവണമെങ്കിൽ ആ ക്ലോഷറിനുള്ളിൽ രാമായണത്തിലെ രാമനെയും മഹാഭാരതത്തിലെ കൃഷ്ണനെയും ഉൾക്കൊള്ളിച്ചെങ്കിൽ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. അതിനകത്ത് പിന്നെ പാഠഭേദങ്ങളില്ല. അതിന്റെ പാഠഭേദങ്ങൾ, നാട്ടുവഴക്കങ്ങൾ ധാരാളമായി ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് കൃതികൾ പ്രധാനമായും ഹൈന്ദവ ദൈവശാസ്ത്രവുമായി, ഇന്ന് നമ്മൾ ഹൈന്ദവ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ദൈവശാസ്ത്ര സമീപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൃതികളാണ്. പുരാണങ്ങളും അതുപോലെ തന്നെയാണ്. എന്നാൽ ഈ ഭാസന്റെയും കാളിദാസന്റെയും ഒക്കെ കൃതികളുടെ കാലമായപ്പോഴേക്ക് ദൈവശാസ്ത്രവുമായിട്ട് സംസ്കൃതത്തിനുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. സംസ്കൃതത്തിന് ദൈവശാസ്ത്രവുമായി ബ്രാഹ്മണ്യ ദൈവശാസ്ത്രവും ആയിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന ബന്ധം, അദ്ദേഹം സൗത്ത് ഏഷ്യയാണ് പ്രധാനമായിട്ടും എടുക്കുന്നത്. ഈ സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിരുന്ന, അതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് ഞാൻ പറയുന്നത്. അതിനകത്ത് പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, മ്യാൻമാറിന്റെ ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ചേരുന്ന, ബംഗ്ലാദേശ് ഇതെല്ലാം ഭാഗം ചേരുന്നതാണ് സൗത്ത് ഏഷ്യ. അഫ്ഗാനിസ്ഥാന്റെ കുറെ ഭാഗങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ തന്നെയും ഉണ്ട്. നമ്മൾ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു ജോഗ്രാഫിക് നിർവചനമല്ല ഞാൻ നൽകുന്നത്, ഈ ഒരു സാംസ്കാരിക നിർവചനമാണ്. ഈ മേഖലയിൽ ഹൈന്ദവ ദൈവശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കുന്നതുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ. പക്ഷെ കാളിദാസൻ, അതുകൊണ്ടാണ് കാളിദാസൻ വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ പുരാണത്തിന്റെ ഭാഗമായി എടുക്കില്ല. കാളിദാസനും ഭാസനും ഒക്കെ അവർ പുരാണങ്ങളിൽ നിന്ന് തീംസ് സ്വീകരിക്കുമ്പോൾ പോലും, ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ പോലും അവരതിനകത്ത് വലിയ മാറ്റം വരുന്നുണ്ട്. ഞാൻ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം മാത്രം പറയാം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, അത് വ്യത്യസ്തമായ വിഷയമാണ്, വേറിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ശാകുന്തളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യമാണ് ഈ മോതിരം കാണാതെ പോയി എന്നത്. അതില്ലാതെ നമുക്ക് ശാകുന്തളമില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ഈ കാളിദാസൻ എന്ന് പറയുന്ന കവിയുടെ ഭാവനയാണ്? അത് അതിനു മുൻപുള്ള മഹാഭാരതത്തിലെ പരാമർശത്തിലോ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ശകുന്തളോപാഖ്യാനത്തിലോ അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ കഥാസന്ദർഭത്തിലോ ഒരിക്കലും ഇങ്ങനെ ഒരു മോതിരം കൊടുക്കുന്നതോ മോതിരം കളഞ്ഞു പോകുന്നതോ കഥയില്ല. അത് കയ്യിൽ നിന്നിട്ടാണ്. ഒരു മോതിരം ഒരു ശകുന്തളയുടെ വിരലിൽ ഇട്ട് കൊടുത്തു. ആര്? ദുഷ്യന്തനല്ല, കാളിദാസൻ. അതാണ് നമ്മൾ ഇന്ന് ശാകുന്തളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിജ്ഞാനം, ആ അടയാളം. അത് ഒരു പുരാണ കഥയുടെ തന്നെ അഭിജ്ഞാനവും അടയാളവുമാക്കി മാറ്റാൻ കാളിദാസന് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ നമ്മൾ പുരാണത്തിന്റെ ഭാഗമായി എടുക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ഭാസന്റെ നാടകങ്ങളൊക്കെ രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിൽ നിന്നൊക്കെ ഭാസനും ധാരാളം തീമുകൾ സ്വീകരിച്ചിരുന്നു. അതിലൊക്കെ അവരുടെ ഉച്ചൃതത്വം, അതായത് കവിതാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിയോളജിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇതിപ്പം കാളിദാസന്റെ തന്നെ വിക്രമോർവശി എന്ന് പറയുന്നത് ആ രാജ പുരൂരവസിനെയും ഉർവശിയെയും കുറിച്ചുള്ള പുരാണ കഥയിലെ പരാമർശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാടകമാണ് വിക്രമോർവശി എന്ന് പറയുന്നത്. അത് അദ്ദേഹം അന്ന് എടുത്ത ആ സ്വാതന്ത്ര്യമാണ്. അതായത് ഈ പുരാണങ്ങളെ ഇത്തരത്തിൽ ജനസമൂഹത്തിന്, ജനസാമാന്യത്തിന് സ്വതന്ത്രമായി നിർവചിക്കാനും സ്വാംശീകരിക്കാനും സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുകൂടി സ്ഥാപിക്കുകയാണ് അക്കാലത്തെ സംസ്കൃതം. മറ്റ് പല പരിമിതികളും അതിലുണ്ടെങ്കിലും രാജാധികാരത്തിന്റെ ചില സംരക്ഷണം അതിന് ആവശ്യമുണ്ടെങ്കിൽ പോലും അക്കാലത്ത് പോലും ചെയ്യുന്നു. അതിന്റെ സങ്കീർണമായ ചില വശങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഉദാഹരണത്തിന് ആശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, രാജാധികാരം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇതൊക്കെ ഒരു ഫ്യൂഡൽ പശ്ചാത്തലത്തിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് കാളിദാസൻ കടന്നുപോയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഷെൽഡൻ പൊള്ളക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 300 മുതൽ 1300 വരെയുള്ള ഈ കാലഘട്ടത്തിൽ
സംസ്കൃതം എങ്ങനെയാണ് ഒരു ആഗോള ഭാഷ എന്നുള്ള രീതിയിൽ, കുറഞ്ഞപക്ഷം ഒരു ഏഷ്യൻ ഭാഷ എന്നുള്ള രീതിയിലെങ്കിലും വരേണ്യ വിഭാഗങ്ങൾ ഭാഷയായി സ്വീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ജനാധിപത്യപരമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ക്ലോഷർ എങ്ങനെയാണ്, എന്താണ് 1300 അപ്പോൾ സംഭവിച്ചത്? 1300 എന്ന് പറയുന്ന ആ വർഷമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളാകുമ്പോഴേക്ക് ഈ പ്രദേശത്തെല്ലാം തന്നെ ഈ വെർണാക്കുലറൈസേഷൻ എന്ന് അദ്ദേഹം പറയുന്ന നാട്ടുഭാഷാവൽക്കരണം എന്ന് പറയുന്ന ആ പ്രക്രിയ ആരംഭിക്കുകയാണ്. ഓരോരോ നാട്ടുഭാഷകൾ, ഇപ്പൊ തമിഴിന് കുറെ കൂടി പഴക്കമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ കന്നഡ ഭാഷ, തെലുഗു ഭാഷ, അതുപോലെ മറ്റ് മറാത്തി ഭാഷ, ഈ ഭാഷകളൊക്കെ തന്നെ കുറെ കൂടി വ്യക്തമായ രീതിയിൽ ഒരു ഔദ്യോഗിക ആ ഭാഷകൾ നിലവിലില്ല എന്നുള്ളതല്ല, ഔദ്യോഗിക ഭാഷകളായി മാറുന്ന ഒരു പ്രക്രിയ സംസ്കൃതത്തിൽ നിന്ന് വേറിട്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തിനെ പ്രതിരോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംസ്കൃതവുമായി ഇടകലർന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്ന രീതിയിൽ ഈ നാട്ടുഭാഷാവൽക്കരണം നടക്കുന്നു എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി, കന്നഡ സാഹിത്യത്തെക്കുറിച്ചാണ് കൂടുതൽ ആഴത്തിൽ പഠിച്ചത്, മലയാളത്തെക്കുറിച്ച് അദ്ദേഹം ആ രീതിയിൽ പഠിച്ചിട്ടില്ല. പക്ഷെ കന്നഡ ഭാഷയിൽ അദ്ദേഹം നടത്തിയ പഠനത്തിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്കൃതത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച രീതിശാസ്ത്രം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ സംസ്കൃത കോസ്മോപോളിറ്റി, സാൻസ്ക്രിറ്റ് കോസ്മോപോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, കോസ്മോപോളിസുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുഭാഷകൾ വികസിച്ചത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് വികസിക്കാൻ ശ്രമിച്ചത്, സ്വന്തമായ അസ്തിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇതിന്റെ എല്ലാം പുറകിൽ ഈ പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന പുതിയ രാജാധികാരങ്ങളുടെ, അധികാര സ്വരൂപങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു, സാംസ്കാരികമായ പിന്തുണയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാംസ്കാരികമായ പിന്തുണയിലൂടെ സംസ്കൃതത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഷെൽഡൻ പോളോക്ക് ആഴത്തിൽ ആ കാര്യത്തിലേക്ക് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് വളരെ പ്രസക്തമായി തോന്നിയിട്ടുള്ള കാരണം, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് വളരെ പ്രധാനമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഒരു ആര്യാധിനിവേശം നടക്കുന്നു, ഒരു ആര്യാധിപത്യം ഉണ്ടാകുന്നു. ഈ ആര്യാധിപത്യം ഉണ്ടാകുന്നതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ വെർണാക്കുലറൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഈ ഭാഷകളിൽ നിന്നെല്ലാം സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ പോലും അതെങ്ങനെയാണ് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ രീതിയിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട രീതിശാസ്ത്രപരമായ ഷെൽഡൻ പോളക്കിന്റെ ഒരു സംഭാവന എന്ന് പറയുന്നത്, ഈ ഭാഷകൾ പഠിക്കുമ്പോൾ, വെർണാക്കുലറൈസേഷൻ പഠിക്കുമ്പോൾ അതിനകത്തൊരു താരതമ്യ ചിന്ത കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു താരതമ്യ വിചിന്തനം നമ്മൾ ഇതിനകത്ത് സ്വീകരിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്, മലയാള ഭാഷയിൽ ഈ സംസ്കൃതവുമായുള്ള ബന്ധവും ബന്ധമില്ലായ്മയും, സംസ്കൃതവുമായുള്ള ചേരലും വിട്ടുപോരലും എങ്ങനെയാണ് മധ്യകാല മലയാളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സന്ദർഭത്തിൽ ഇപ്പൊ നേരത്തെ അറബി മലയാളത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി അവരും സംസാരിക്കുകയുണ്ടായി. അറബി മലയാളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വ്യത്യസ്തമായ രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണോ നമ്മളൊരു സാൻസ്ക്രിറ്റ് കോസ്മോപോളിസ് ഇവിടെ പ്രസക്തമാണ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു അറബിക് കോസ്മോപോളിസും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. അങ്ങനെ ഒരു അറബിക് കോസ്മോപോളിസ് ഉണ്ട്. ലോകത്തെ സാൻസ്ക്രിറ്റ് കോസ്മോപോളിസ് പോലെ തന്നെ ഒരു അറബിക് കോസ്മോപോളിസും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ അറബിക് കോസ്മോപോളിസ് ഇവിടെ മാത്രമല്ല, അറബിക് കോസ്മോപോളിസിന്റെ കാര്യത്തിൽ ബംഗാളി ഭാഷയിലുണ്ട്, മറ്റ് ഭാഷകളിലുണ്ട്. അറബി ഭാഷയും അതാത് നാട്ടുഭാഷകളുമായി ചേർന്നിട്ടുള്ള അറബി മലയാളം പോലെയുള്ള ഭാഷകൾ രൂപം കൊള്ളുന്നുണ്ട്. ഇതൊരു ലോകത്തിൽ പല സ്ഥലത്തും സംഭവിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണിത്. കേരളത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. അത് ആ ഭാഷയുടെ, സംസ്കൃതം പോലെ തന്നെ ഒരു ക്ലാസിക് ഭാഷ എന്നുള്ള രീതിയിൽ അറബിയുടെ വഴക്കങ്ങളെ, അതിന്റെ സാധ്യതകൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ മധ്യകാല മലയാളം എന്ന യഥാർത്ഥത്തിൽ മധ്യകാല മലയാളം അല്ലെങ്കിൽ മധ്യകാല സാംസ്കാരികത എന്ന ഏകപക്ഷീയമായോ ഏകദാനമായോ നമുക്ക് പറയാവുന്ന ഒന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പുസ്തക പരിചയത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കേരളത്തിൽ എങ്ങനെയാണ് സംസ്കൃതം സ്ഥാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് സംസ്കൃത ഭാഷയുടെ സവിശേഷതകൾ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തില് മണിപ്രവാളവും പാട്ടും, അല്ലെ, നമ്മൾ മലയാളം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് പഠിക്കുന്ന 2 ശാഖകൾ. അങ്ങനെ 2 ശാഖകളായിട്ട് മാത്രം ഇതിനെ ചുരുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഇരിക്കുന്ന മലയാളം അധ്യാപകരും ഇതിനോട് സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് 2 പ്രധാനപ്പെട്ട രീതികൾ ഉണ്ടായിരുന്നു സാഹിത്യത്തിന്. ഒന്ന് പാട്ട്, മറ്റൊന്ന് മണിപ്രവാളം. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാട്ട് മണിപ്രവാളം എന്ന വിഭജനം ആര് കൊണ്ടുവന്നു, എപ്പോൾ കൊണ്ടുവന്നു എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഇത് കൊണ്ടുവന്നത് സംസ്കൃത മണിപ്രവാളത്തിന് വ്യാകരണം എഴുതി എന്ന് അവകാശപ്പെടുന്ന അജ്ഞാതനാമാവായ ലീലാതിലകത്തിന്റെ കർത്താവാണ്. ഈ ലീലാതിലകത്തിന്റെ കർത്താവ്
രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലീലാതിലകം എന്ന് പറയുന്നത് മണിപ്രവാളം സംസ്കൃതത്തിന്റെ ഗ്രാമറല്ല. സംസ്കൃതവും നമ്മളിപ്പോൾ മലയാളം എന്ന് പറയുന്ന മലയാളവും സംസ്കൃത ഭാഷ എന്നാണ്, കേരള ഭാഷ എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഈ സംസ്കൃതവും ഈ കേരള ഭാഷ എന്ന് അദ്ദേഹം പറയുന്ന ഭാഷയുമായി ബന്ധിപ്പിക്കുന്ന സംയോഗത്തെയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. രണ്ട് ഭാഷ, കേരള ഭാഷയും ഈ കേരള ഭാഷ എന്താണെന്നുള്ളത് അത്ര കൃത്യമായി നിർവചിച്ചിട്ടുള്ള ഒന്നല്ല. അത് അദ്ദേഹം നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ലീലാതിലകക്കാരൻ വളരെ കൃത്യമായി നിർവചിക്കാൻ ശ്രമിക്കുന്നത് കേരള ഭാഷ എന്താണെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ഗ്രാമർ പുസ്തകത്തിന്റെ വ്യാകരണ പുസ്തകത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഒരു പുതിയ ഭാഷ, അതായത് ഈ സംസ്കൃതവും ഈ കേരള ഭാഷയും തമ്മിലുള്ള സംയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ഭാഷ, ഈ പുതിയ ഭാഷയിൽ എങ്ങനെയാണ് സാഹിത്യകൃതികൾ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നൽകുകയും അത് അടിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ ലീലാതിലകം എന്ന് പറയുന്നത്. ഈ ലീലാതിലകത്തിന്റെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ഇതിന് ഗ്രാമറിന്റെ ഇതിന്റെ ചിട്ടവട്ടങ്ങൾ, മണിപ്രവാളത്തിന്റെ ചിട്ടവട്ടങ്ങൾ നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഭംഗ്യന്തരകൾ അല്ലെങ്കിൽ അനുഷിംഗികമായി രണ്ട് കാര്യങ്ങൾ കൂടി ലീലാതിലകക്കാരൻ ചെയ്തു വെക്കുന്നുണ്ട്. ഒന്ന്, ഇതിനോട് ഏത് കേരള ഭാഷയ്ക്ക് ചേരാം, അതാണ് പ്രധാനം. സംസ്കൃതവുമായി ചേരാൻ അർഹതയുള്ള, അന്തസ്സുള്ള, ആഭിജാത്യമുള്ള ഒരു ഭാഷ ഉണ്ട്, അത് കേരള ഭാഷയാണ്. ആ ഭാഷയുടെ ശുദ്ധി, കാരണം സംസ്കൃത ഭാഷയുമായിട്ട് ചേരണമെങ്കിൽ ഒരു ശുദ്ധിയൊക്കെ വേണമെന്നുണ്ട്. ആ ശുദ്ധിയുള്ള ഒരു ഭാഷ ശുദ്ധീകരിച്ച് കാണിക്കുക എന്ന ഒരു കർത്തവ്യം കൂടി ലീലാതിലകക്കാരൻ നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ചോള ഭാഷയുടെ സ്വാധീനമില്ല, ചോള ഭാഷയുടെ വാക്കുകൾ ചിലപ്പോൾ ഈ കേരള ഭാഷയിൽ ഉണ്ടാവാം, മറ്റു ചില ഭാഷകൾ വാക്കുകൾ ഈ ചോള ഭാഷയിൽ ഉണ്ടാവാം. അദ്ദേഹം ശരിക്കും നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഭാഷയെ പറ്റി പറയും, ഇത് തെറ്റായൊരു നിലപാടല്ല. ഒരു ഭാഷ എന്ന് പറയുന്നതിനകത്ത് മറ്റ് ഭാഷകളിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ആ ഭാഷയെ എന്താണ് അശുദ്ധമാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വാദമാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ അത് എന്തിനാണ് പറയുന്നത്? അത്തരം വാക്കുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സംസ്കൃതത്തെ ചോള ഭാഷയുമായി ചേർക്കാമെന്ന് വിചാരിക്കരുത്. കേരളത്തിൽ മറ്റ് നിലനിൽക്കുന്ന ഭാഷകളെ പിന്നെ ഉപയോഗിക്കുന്ന പദം എന്താണെന്ന് അറിയാമോ? ലീലാതിലകം നമ്മൾ ചിലപ്പോൾ പ്രൈമറി ക്ലാസ് മുതൽ മലയാളത്തിൽ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ കേൾക്കുന്നുണ്ടാവും, കോളേജിൽ കേൾക്കുന്നുണ്ടാവും. ലീലാതിലകത്തിൽ മറ്റ് ഭാഷകളെ പറയുന്നത് ഹീനജാതി ഭാഷ എന്നാണ്. ലീലാതിലകം വ്യാകരണ പുസ്തകമാണ്, ജാതി പറയുന്ന വ്യാകരണ പുസ്തകമാണ് ലീലാതിലകം. ഹീനജാതി എന്നാണ് ഉപയോഗിക്കുന്നത്. ഹീനജാതികളുടെ ഭാഷ ഇതിനകത്ത് കയറ്റരുത്, അടിച്ച് ഇതിനകത്ത് കയറ്റരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ ആ ഭാഷ ഇതിനകത്ത് കയറ്റരുത്. ചോള ഭാഷ കയറ്റേണ്ട കാര്യമില്ല, മറ്റു ഭാഷകൾ കയറ്റേണ്ട കാര്യമില്ല. ഈ കേരള ഭാഷ, അത് തമിഴുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയാണ് ഈ കേരള ഭാഷ എന്ന രീതിയിൽ വ്യവച്ഛേദിച്ചെടുക്കുന്നത്. അങ്ങനെ കേരള ഭാഷയായിട്ട് വ്യവച്ഛേദിച്ചെടുത്ത ആ ഭാഷ, ആ ശുദ്ധഭാഷ, ആ ശുദ്ധഭാഷയും സംസ്കൃതവും തമ്മിലുള്ള സംയോഗത്തെയാണ് അദ്ദേഹം മണിപ്രവാളം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യം വന്നത്, ഈ കേരളത്തിൽ പാട്ട് എന്ന് പറയുന്ന ഒരു കാവ്യ രീതി നിലനിൽക്കുന്നുണ്ട്. രാമചരിതമാണ് പ്രധാനമായിട്ടും പാട്ടുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിലാണ് വളരെ കാലം പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ബിഷപ്പ് നായർ തിരുനെൽമാലയുടെ ഒരു പതിപ്പ് കണ്ടെത്തുകയും അതിനുശേഷം ആർ സി കരിപ്പത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ 2 പുതിയ പതിപ്പുകൾ കൂടി കണ്ടെത്തുകയും അത് സംശോധിച്ച് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി രാമചരിതത്തിന് മുൻപോ അല്ലെങ്കിൽ അതേ കാലത്തോ പ്രസിദ്ധീകൃതമായ മറ്റൊരു പാട്ടുകൃതി കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു, തിരുനെൽമാല വരുന്നതാണ്. അതുവരെ രാമചരിതം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ശരിയാകുന്നത് മറ്റ് പാട്ട് സാഹിത്യകൃതികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രാമചരിതം മാത്രമുള്ള ഈ പാട്ട് കൃതിയെ കുറിച്ച് മണിപ്രവാളത്തിൽ പറയുന്നുണ്ട്. 10-15 സൂക്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുക സൂത്രവാക്യങ്ങൾ പോലെ മണിപ്രവാളത്തിന്റെ ഘടന വിവരിക്കുന്ന ഈ കൃതിയിൽ ഒരു വരി, ഒരേ ഒരു വരി ഈ പാട്ടിനെ കുറിച്ചുണ്ട്. തിരുവനാട്ടൂർ തങ്കാളം, പിന്നെ മുതുക എന്നുള്ള ഏതുക മോന എന്നുള്ള ഈ നമ്മൾ നേരത്തെ കമ്പി എന്ന് പറഞ്ഞതുപോലെ ഏകാക്ഷരപ്രാസം പോലെയുള്ള ഒരു സംഗതി. ഇത് രണ്ടും വീക്ഷിക്കുകയും ദ്രാവിഡാക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക. അത് പറയുന്നതിന് രീതി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ മാത്രം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പാട്ട് എന്ന് വിളിക്കുന്നത്. നല്ല ലീലാതിലകക്കാരൻ പറയുന്നത് അങ്ങനെയേ ഉപയോഗിക്കാവൂ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മലയാളം ക്ലാസ്സുകളിൽ മലയാളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാട്ട് എന്ന കാവ്യ സമ്പ്രദായം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിർവചനം നൽകിയത് ഈ ലീലാതിലകം എഴുതിയ മണിപ്രവാളത്തിന്റെ ഗ്രാമർ എഴുതിയ അദ്ദേഹം പുറങ്കാല് കൊണ്ട് തട്ടിയിട്ട ഒരു നിർവചനമാണ്. വേണമെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് മതി പാട്ടിന്റെ നിർവചനം എന്ന് പറഞ്ഞൊരു ഒറ്റ സൂത്രത്തിൽ ഒതുക്കുക. അങ്ങനെ ഒറ്റ സൂത്രത്തിൽ ഒതുക്കാൻ പറ്റില്ല.
എന്നാണ് മാപ്പിളപ്പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന് വളരെ സങ്കീർണമായ ഒരു വ്യാകരണ ബദ്ധത, മണിപ്രവാളത്തിന് വ്യത്യസ്തമായ സങ്കീർണമായ വ്യാകരണ ബദ്ധത പാട്ടിനുമുണ്ട്, മാപ്പിളപ്പാട്ടിന് പ്രത്യേകിച്ചുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മാപ്പിളപ്പാട്ട് സമ്പ്രദായത്തെക്കുറിച്ചോ അറബി മലയാളത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഈലാതിരകം എഴുതിയ ആളുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അത് ഈ മാർജിനലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഈ പാർശ്വവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എത്രയോ കാലം മുതൽ തന്നെ, ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട് നിർത്തുകയാണ്. ഞാൻ വേദനാജനകമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ബാലകൃഷ്ണൻ പള്ളിക്കുന്നിന്റെ അനുസ്മരണം ഇവിടെ നടന്നു. അദ്ദേഹത്തിന് പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പുരസ്കാരങ്ങളുടെ ലിസ്റ്റിലൂടെ ഒന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. എങ്ങനെയാണോ മാപ്പിളപ്പാട്ട് മുഖ്യധാരയിൽ നിന്ന് സംസ്കരിക്കപ്പെട്ടത്, അതുപോലെ തന്നെ മുഖ്യധാര അവാർഡുകളിൽ നിന്ന് തന്നെ ബാലകൃഷ്ണൻ മാഷ് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അവാർഡ് പോലും മുഖ്യധാര അക്കാഡമി പോകണ്ടേ, വഴിയെ പോയി എനിക്ക് വരെ അക്കാഡമി വിളിച്ച മാത്രം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കില്ല. അത് ഒരു അവാർഡ് പോലും ഈ കേരളത്തിൽ നൂറുകണക്കിന് പുരസ്കാരങ്ങൾ ദിവസവും പ്രമുഖരായവർക്ക് മുഴുവൻ വീതിച്ചു കൊടുക്കുന്ന ഈ കേരളത്തിൽ ആ മേഖലകളിൽ നിന്ന് ഒരൊറ്റ അവാർഡ് പോലും പള്ളിക്കുന്നിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് അതാണല്ലോ നേരത്തെ പിന്നെ ഡോക്ടർ ബാബയും അതുപോലെ തന്നെ അബൂബക്കറും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി ഈ മാർജിനലൈസേഷനെ കുറിച്ച്, പാർശ്വവൽക്കരണത്തെ കുറിച്ചിട്ട്. പക്ഷെ പാർശ്വവൽക്കരണം മാരാര് എഴുതിയപ്പോൾ അത് സാഹിത്യമായി അംഗീകരിക്കപ്പെട്ടു, മുണ്ടശ്ശേരി എഴുതിയപ്പോൾ സാഹിത്യമായി അംഗീകരിക്കപ്പെട്ടു എന്നൊക്കെ ഡോക്ടർ ബാബയിലൂടെ പറയുണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് ബാലകൃഷ്ണൻ പള്ളിക്കുന്ന് എഴുതുമ്പോൾ അത് സാഹിത്യമായി അംഗീകരിക്കപ്പെടാതിരുന്നത് എന്നൊരു ചോദ്യം കൂടി അതിനോടനുബന്ധമായി ചോദിക്കേണ്ടതുണ്ട്. ഡോക്ടർ ബാബ അതുകൂടി ചോദിക്കണം. ഈ എന്തുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും സാഹിത്യ അക്കാദമി പോലെ അദ്ദേഹത്തിന് ഫെലോഷിപ്പ് കിട്ടി അത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഓരോ വിഷയത്തിനും ചോദിച്ചാൽ കൊടുക്കുന്ന ഒരു നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ കിട്ടുന്ന ഒന്നാണ്. അതൊരു അവാർഡ് പോലെ കണക്കാക്കാൻ പറ്റുന്നതല്ല. അതല്ലാതെ ഈ മുഖ്യധാരയിൽ നിന്ന് ഒരു അംഗീകാരം പോലെ നമ്മുടെ ഏറ്റവും ചുരുക്കത്തിൽ കേരളത്തിന്റെ മുഖ്യധാരയുടെ ഏറ്റവും വലിയ ഫെറ്റിഷ് എന്ന് പറയാവുന്ന നവോത്ഥാനം, ആ നവോത്ഥാനത്തിലെ മാപ്പിള സാഹിത്യവുമായുള്ള ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പുസ്തകം ഏത് വർഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സാഹിത്യ അക്കാദമിയുടെ ഏത് അവാർഡിനും, വിമർശനത്തിനാണെങ്കിലും ശരി, സാംസ്കാരിക പഠനത്തിനാണെങ്കിലും വൈജ്ഞാനിക സാഹിത്യത്തിനാണെങ്കിലും, ഇനി CB കുമാർ അവാർഡിനാണെങ്കിലും മറ്റ് വ്യാകരണവുമായി ബന്ധപ്പെട്ട അവാർഡിനാണെങ്കിലും ഒക്കെ പരിഗണിക്കാവുന്ന ഒരു പുസ്തകം അതിനെയെങ്കിലും മുഖ്യധാരയ്ക്ക് പരിഗണിക്കാമെങ്കിൽ പോലും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണോ മാപ്പിളപ്പാട്ടിന്റെ പാർശ്വവൽക്കരണത്തെ എതിർത്തുകൊണ്ട് അതിനെ മുഖ്യധാരയുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, അത്രയും തന്നെ അദ്ദേഹത്തെ പിന്നോട്ട് തള്ളുകയാണ് മുഖ്യധാര ചെയ്യുന്നത്. ഓ, നിങ്ങൾ ഇത് ഉന്തിക്കൊണ്ടാണ് വരുന്നത്, തിരിച്ച് നിങ്ങളെ ഉന്തിയേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉന്തി മാറ്റുന്ന പരിപാടിയാണ് സാംസ്കാരിക മുഖ്യധാര കാണിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനമാണ്. തുടങ്ങുന്ന അപ്പോഴാണ് ഈ ഇശൽ പാട്ടുകൾ അല്ലെ, എഡിറ്റ് ചെയ്തൊരു പുസ്തകമൊക്കെ ഇശൽ ഒരു പുസ്തകം എഡിറ്റ് ചെയ്തല്ലോ ഇശലിന്റെ വഴി എന്ന് പറയുന്നത്. അതിൽ ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മൊഹീദ്ദീൻ മാലയെ പറ്റിയാണ്. ഈ മൊഹീദ്ദീൻ മാലയുടെ കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം മൊഹീദ്ദീൻ മാല എഴുതിയ ഖാസി എന്ന് പറയുന്ന കവിയെ നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ജനിച്ചതറിയാം, മരിച്ചതറിയാം, അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് കൃതികൾ അറിയാം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അറിയാം. ആ 13-14 നൂറ്റാണ്ടാണ്, അല്ലെ 14-15 നൂറ്റാണ്ടാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സാംസ്കാരിക സാന്നിധ്യമായിരുന്നു കേരളത്തിൽ എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്താണ്. പൂന്താനം എന്ന് പറഞ്ഞാൽ പൂന്താനം ഞാനപ്പാനെ എഴുതി എന്നുള്ളതിൽ കവിഞ്ഞ പൂന്താനത്തെ പറ്റി നമുക്ക് യാതൊരു വിധമായ കൃത്യമായ അറിവുകളില്ല. പൂന്താനം എന്ന് പറഞ്ഞ ഇല്ലത്തെ ഒരു നമ്പൂതിരി, പേര് നമ്മൾ കേൾക്കുന്നില്ല. എഴുത്തച്ഛന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, പേര് നമുക്കറിയാൻ പാടില്ല, പല പേരുകളും പറയണം, പക്ഷെ പേര് നമുക്കറിയില്ല. എന്ന് എഴുതി എന്ന് കൃത്യമായി നമുക്കറിയില്ല, നമ്മൾ ഊഹിക്കുകയാണ്. ചെറുശ്ശേരി ആരാണെന്ന് അറിയില്ല, കാശി അങ്ങനെയല്ല, അത് നമുക്കറിയാം, അദ്ദേഹം ആരാണെന്ന് അറിയാം, ഇവിടെ ജീവിച്ചിരുന്നുള്ള ഉറപ്പുണ്ട്. എന്നാൽ ഈ ജ്ഞാനപ്പാനയുടെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ടാണ് ജ്ഞാനപ്പാന എടുത്തു കാണിക്കുന്നത്. ജ്ഞാനപ്പാനയിൽ പറയുന്ന ചില വരികളും മുഹീദ്ദീൻമാലയിലെ ചില വരികളും തമ്മിലുള്ള കൃത്യമായ സാമ്യത ഞാൻ ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് ജ്ഞാനപ്പാനയ്ക്ക് മുൻപ് എഴുതിയതാണെങ്കിൽ പൂന്താനം സ്വാഭാവികമായും ഈ പ്രദേശത്തു നിന്നുള്ള ഒരാളാണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാട്ടിനെ കുറിച്ച് കേട്ടിരിക്കാം, മൊഹീദ്ദീൻമാല കേട്ടിരിക്കാം, വീടുകൾ ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. ആ ആശയമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇനി സമകാലത്തിൽ വന്നു, അദ്ദേഹത്തിന്റെ പ്ലേജറിസം ഒന്നുമല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെയും അതല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം പൂന്താനം ഖാസിയെ കോപ്പിയടിച്ചു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ ആശയം സ്വീകരിച്ചു എന്നുള്ളത്. അന്നത്തെ ഭക്തിയുടെ അന്തരീക്ഷത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ദൈവത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളത്, ദൈവമാണ് ഇന്നത്തെ രാജാവിനെയും നാളത്തെ തെണ്ടിയെയും തീരുമാനിക്കുന്നത് എന്നുള്ളത്, ഇതൊക്കെയാണ് അതിനകത്ത് സമാനമായി വരുന്ന വാചകങ്ങൾ, വരികൾ. ഇത് അന്നത്തെ ഭക്തി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഭക്തി
പൂർണ്ണമായ ഒരു സാംസ്കാരിക സംവിധാനത്തിന്റെ ജന്മിത്വത്തിന്റെ ജീർണതകൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക പ്രതിരോധത്തിന്റെ ഒക്കെ ഭാഗമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് എത്ര കൃതികൾ മലയാളത്തിൽ ഇറങ്ങി? ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇറങ്ങി ഏതെങ്കിലും കൃതികളിൽ നമ്മൾ മൊയ്തീൻമാല പരാമർശിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൃതിയിൽ മൊയ്തീൻമാല അല്ലെങ്കിൽ മറ്റു മാലപ്പാട്ടുകൾ പരാമർശിച്ചിട്ടുണ്ടോ? മാർജിൻ. അപ്പോൾ ഈ മധ്യകാല മലയാളത്തിൽ നിന്ന് തന്നെ ഈ മാർജിൻ ലൈസൻസ് ഈ പാർശ്വവൽക്കരണം ആരംഭിക്കുകയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ലീലാതിലകം പോലെയുള്ള ഒരു കൃതി, അത് അതിനെപ്പറ്റി ഈ മലപ്രവാള കൃതികളിൽ തന്നെ ഈ തമിഴും സംസ്കൃതവുമാണ് ചേരുന്നത്. തമിഴ് എന്ന് പറയുന്നത് തമിഴല്ല, തമിഴ് എന്ന് പറയുന്നത് കേരള ഭാഷ എന്നാണ് ലീലാതിലകാരൻ വിളിക്കുന്നത്. തമിഴുമാണ്, ഏകദേശം തമിഴാണത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു തമിഴ് മലയാളമുണ്ട്. തെക്കൻ കേരളത്തിലൊക്കെ വളരെ വ്യാപകമായിരുന്ന ഒരു തമിഴ് മലയാളമുണ്ട്. അതാണ് ഈ പാട്ടിലെ തിരുനെൽമാലയിലെയും രാമചരിതത്തിലെയും ഒക്കെ സംഗീതബദ്ധമായ വരികളിൽ മാപ്പിളപ്പാട്ടിന് സമാനമായ കൃതികളാണ് അതല്ല. ആ മാപ്പിളപ്പാട്ടിന് സമാനമായ അത്തരം കൃതികളിൽ ധാരാളമായിട്ട് ഈ തമിഴ് വാക്കുകളാണ് കടന്നു വരുന്നത്. ആ തമിഴ് മലയാളത്തെ മാറ്റി നിർത്തുകയും അറബി മലയാളത്തെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരു ശൂദ്ര നമ്പൂതിരി ഡയലക്റ്റായി മാറിയ ഒരു കേരള ഭാഷയെ സംസ്കൃതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് മാത്രമേ, അവിടെയാണ് ഇപ്പോൾ അറബി മലയാളത്തിൽ മറ്റു പല ഭാഷകളിൽ നിന്നുമുള്ള വാക്കുകൾ കടന്നു വന്നിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കടന്നു വരാതിരിക്കാൻ മുൻകൂർ നിലപാടെടുക്കുകയാണ് ഇല്ലാതിലകാരൻ ചെയ്യുന്നത്. മറ്റു വാക്കുകൾ ചേരാൻ പാടില്ല എന്നാണ് ഈ മണിപ്രവാളത്തിൽ. ഈ കേരള ശുദ്ധീകരിക്കപ്പെട്ട ഈ കേരള ഭാഷയും ഞങ്ങളുടെ ഈ കേരള ഭാഷയും ഞങ്ങളുടെ ഈ സംസ്കൃത ഭാഷയും ചേർന്നുണ്ടാകുന്ന ഈ ഞങ്ങളുടെ ഭാഷ, അതാണ് നിങ്ങളുടെ ഭാഷ, അതാണ് നിങ്ങളുടെ പൊതുഭാഷ എന്ന് പറഞ്ഞു വെച്ച ഒരു ചരിത്രത്തെ നമ്മൾ ഭാഷാ ചരിത്രമായി കൊണ്ടാടുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മൊയ്തീൻകുട്ടി വൈദ്യർ അടക്കമുള്ള മഹാകവികളുടെയും മാപ്പിളപ്പാട്ട് സാഹിത്യകാരന്മാരുടെയും മറ്റ് സാഹിത്യകാരന്മാരുടെയും ഒക്കെ കൃതികൾ സംസ്കരിക്കപ്പെട്ടു പോകാനുള്ള ഒരു കാരണം. യഥാർത്ഥത്തിൽ ഈ മണിപ്രവാള ഭാഷയിൽ കുറച്ച് കൃതികൾ ഇറങ്ങി എന്നുള്ളത് ശരിയാണ്. അത് പലരും വിമർശിക്കുന്ന പോലെ ഇതിന് ഈ മഹിളാളി മഹാസ്പദ എന്ന് പറയുന്നത് സ്ത്രീകളെ കുറിച്ചുള്ള വർണ്ണനകളാണ് യഥാർത്ഥത്തിൽ മണിപ്രവാളത്തിലുള്ളത് എന്നുള്ളത് അതിന്റെ വളരെ പാർശ്വമായ ഒരു വീക്ഷണം മാത്രമാണ്. അത് പക്ഷേ ഇവിടുന്ന് വന്നു. അതും നമ്മളാരും കയ്യിൽ നിന്നിട്ടല്ല. മണിപ്രവാളത്തിന്റെ ലീലാതിലകത്തിൽ തന്നെ പറയുന്നതാണ് മഹിളാളി മഹാസ്പദ എന്നല്ലേ. അത് അതിന്റെ നിർവചനത്തിൽ തന്നെ വന്നു പെട്ടുപോയ ഒന്നാണ്. ഇങ്ങനെ ഏതാനും സൂത്രങ്ങളിലൂടെ, സൂത്രവാക്യങ്ങളിലൂടെ എന്താണ് മണിപ്രവാളം എന്ന് സ്ഥാപിക്കുകയും ആ മണിപ്രവാളത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള സംസ്കൃതം അതിനകം തന്നെ ശുദ്ധഭാഷയാണ്, സംസ്കൃതത്തെക്കാൾ ശുദ്ധമായ ഭാഷ ലോകത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനോട് അതിശുദ്ധമായ ഈ കേരള ഭാഷയും ചേർത്തുകൊണ്ടുണ്ടായ ചരിത്രമാണ്. അതുകൊണ്ടാണ് പാട്ട് ചരിത്രം എന്ന രീതിയിലേക്ക് പാട്ട് എന്ന, ഇത് കവിത, അത് പാട്ട്. രാമചരിതവും തിരുനെൽമാലയൊന്നും കവിതയല്ല, അത് പാട്ട്, മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. ഈ പാട്ട് എന്ന് പറയുന്നത് കവിത എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇതിനെ ഇങ്ങനെ പേര് വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് മാറി നിൽക്കുന്നത്. ഇതിന്റെ ചിട്ടവട്ടങ്ങൾ വേറെയാണ്. ഇപ്പോൾ വളരെ കൃത്യമായ സംസ്കൃത വൃത്തങ്ങളിലാണ് മണിപ്രവാള കൃതികൾ എഴുതുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ എഴുതുന്നതിനെ മാത്രമാണ് അത് എന്ന് മാത്രവുമല്ല, മറ്റൊരു നിബന്ധന കൂടി ലീലാതിലകാരൻ വെക്കുന്നുണ്ട്. അറിയാതെ പോലും ഈ സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിച്ചു പോകരുത് നിങ്ങൾ. ഞങ്ങൾ എന്ത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് കൂടാതെ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്നുള്ള തിട്ടൂരം കൂടി പുറപ്പെടുവിക്കുന്ന കൃതിയാണ് ലീലാതിലകൻ. ആ അർത്ഥത്തിൽ ഒരു അധികാര സ്ഥാനമായി ഭാഷയിൽ അടയാളപ്പെടുത്തേണ്ട കൃതിയാണ് ലീലാതിലകൻ. അല്ലാതെ വെറും ഒരു വ്യാകരണ പുസ്തകമല്ല. അങ്ങനെ നിർവികാരമായി, നിസ്സംഗമായി, നിഷ്കളങ്കമായി എഴുതി മാറ്റി വെക്കാവുന്ന അല്ലെങ്കിൽ വായിച്ചു മാറ്റി വെക്കാവുന്ന കൃതിയല്ല ലീലാതിലകൻ. അതിനകത്ത് ജാതിയുണ്ട്, അതിനകത്ത് വരേണ്യതയുണ്ട്, അതിനകത്ത് സംസ്കൃതത്തിന്റെ സ്ഥാപനവൽക്കരണമുണ്ട്, സംസ്കൃതവും കേരള ഭാഷയും തമ്മിൽ ചേരേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്, കേരള ഭാഷ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിർവചനമുണ്ട്, ഹീനജാതിയുടെ ഭാഷയിൽ തൊട്ടുപോകരുത് എന്നുള്ള ശാസനയുണ്ട്. അതുപോലെ തന്നെ മറ്റു ഭാഷകളൊന്നും തന്നെ ഈ സംസ്കൃത ബന്ധം ഉണ്ടാക്കരുത്, സംസ്കൃത അക്ഷരങ്ങൾ പോലും ഉപയോഗിക്കരുത് എന്നാണ്. ദ്രവിഡാക്ഷര സംഘാതം, ദ്രാവിഡ അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള തിട്ടൂരമുണ്ട്. ഇത്രയുമുള്ള ഒരു കൃതിയെ നമ്മൾ മണിപ്രവാളത്തിന്റെ വ്യാകരണ കൃതി എന്ന് പൂജിച്ച് ആദരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മധ്യകാല മലയാളം എന്ന് പറയുന്നത് ഇത് മാത്രമാണോ? മധ്യകാല മലയാളത്തിലാണ് രാമചരിതം ഉണ്ടായത്, മധ്യകാല മലയാളത്തിലാണ് തിരുനെൽമാല ഉണ്ടായത്. എന്താണ് തിരുനെൽമാലയുടെ പ്രസക്തി ഞാൻ മുമ്പ് എഴുതിയിട്ടുള്ളതാണെങ്കിൽ പോലും ഞാൻ ചുരുക്കിയൊന്ന് സൂചിപ്പിക്കുകയാണ്. തിരുനെൽമാല വളരെ നേരിട്ട് ജാതി വരേണ്യതയെ അഭിമുഖീകരിക്കുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു കീഴാള സാന്നിധ്യമുണ്ട്. അത് ആറന്മുള ക്ഷേത്രത്തിൽ
മലയർ പ്രവേശിച്ച് ഒരു പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. അതാണ് തിരുനെൽമാലയിൽ വിശദീകരിക്കുന്നത്. തിരുനെൽമാലയാണ് മലയാളത്തിലെ ആദ്യത്തെ, ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ആദ്യത്തെ കൃതി എന്നുള്ള നിഗമനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയ പാശ്ചാത്യ ചിന്തകരും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പോൾ രാമചരിതമാണ് ഒന്നാമത്തെ കൃതി എന്ന് പറയുന്നുണ്ട്. ഞാനതിന് തർക്കത്തിലേക്ക് കടക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇത് മുൻപോ പിൻപോ എന്നുള്ളതല്ല, മറിച്ച് രാമചരിതത്തിൽ ഒരുപക്ഷെ നേരിട്ട് കാണാൻ സാധിക്കാത്ത ഒരു കാര്യം തിരുനെൽമാലയിലുണ്ട്. അത് ജാതിയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ നായർ, വാര്യർ, നമ്പൂതിരി, പുതുവാൾ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിലെ ജാതി വിഭാഗങ്ങളെ കണക്കറ്റ് പരിഹസിക്കുന്ന ഭാഗങ്ങൾ ഇതിന്റെ തുടക്കത്തിലുണ്ട്. കാരണം അവർ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിമർശനാത്മകമായി ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം അങ്ങനെ വിമർശനാത്മകമായി പറയാൻ സന്ദർഭം നൽകുന്ന ഒരു തീമാണ് ഈ തിരുനെൽമാലയിലെ കവി സ്വീകരിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ആറന്മുള അമ്പലത്തിൽ കയറി പൂജ നടത്തുന്നു എന്നുള്ളതല്ല. എന്ത് പൂജയാണ് നടത്തുന്നത്? ഈ ദൈവങ്ങൾ ചെയ്ത പാപം ഒഴിപ്പിക്കാൻ മലയർ വരികയാണ് ചെയ്യുന്നത്. അവർ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള പൂജയാണ് നടക്കുന്നത്. ആ പൂജയിൽ ഈ മലയന്റെ മുമ്പിൽ വന്ന ഇന്ദ്രനും പിന്നെ വിഷ്ണുവും മഹാവിഷ്ണുവും ശിവനും മറ്റു പാർവതിയും ഒക്കെ വന്ന്, സീതയും ഒക്കെ വന്ന് പാപങ്ങളേറ്റ് പറയുകയാണ് ഈ മലയന്റെ മുമ്പിൽ. അതാണ് ഈ കൃതി. അപ്പോൾ ഈ അമ്പലത്തിന് ചുറ്റും നടക്കാനും ഈ അമ്പലത്തിൽ പ്രവേശിക്കാനുമുള്ള അധികാരത്തെ കുറിച്ചിട്ടുള്ള ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഉപരിജാതികളെ കണക്കറ്റ് പരിഹസിക്കുന്ന ഈ കൃതിയിൽ ഒരിടത്ത് പോലും കീഴാള ജാതികളെ മോശമായി പറയുന്നില്ല. ഒരു തമാശ കൊണ്ട് പോലും വേദനിപ്പിക്കുന്നില്ല. ഒരു തമാശ കൊണ്ട് പോലും വേദനിപ്പിക്കുക. അവരുടെയൊക്കെ പരാമർശമുണ്ട്. പറയരെ കുറിച്ച്, പുലയരെ കുറിച്ച്, ജോനകരെ കുറിച്ച് എല്ലാം പരാമർശമുണ്ട്. അവരൊക്കെ അമ്പലത്തിന് ചുറ്റുമുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും മോശമായിട്ടുള്ള യാതൊരു പരാമർശവും ഒരു തമാശ പോലും പറയുന്നില്ല. പക്ഷെ മറ്റു വിഭാഗങ്ങളെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃതി ഒരു വരേണ്യ കൃതിയല്ല. ഒന്ന്, അതിന്റെ തീം കൊണ്ടതല്ല. രണ്ട്, അതിന്റെ ഭാഷ കൊണ്ടതല്ല. മൂന്ന്, അതിന്റെ രചനാ സമ്പ്രദായം കൊണ്ടും അതിന്റെ ഉള്ളടക്കം കൊണ്ടും അത് അങ്ങനെയല്ല. അപ്പോൾ ആ തിരുനെൽമാല എന്ന് പറയുന്ന കൃതി എന്തുകൊണ്ടാണ് ഒരു പക്ഷേ 1980 വരെ വെളിച്ചപ്പെടാതിരുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. തിരുനെൽമാല പരാമർശിക്കപ്പെടുന്നത് ഇല്ലല്ലോ ഭാരതത്തിൽ. എനിക്കറിയില്ല, ഉപഭാഷണം പിന്നെ സത്താറിനൊക്കെ കുറെ കൂടി കൃത്യമായിട്ട് പറയാൻ സാധിക്കുമായിരിക്കും. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും പുരുഷോത്തമനായ അത് വെളിച്ചത്ത് വരുന്നതിന് മുമ്പ് മലയാള സാഹിത്യ ചരിത്രത്തിൽ ആ രീതിയിൽ അത് സാഹിത്യ ചരിത്രത്തിൽ പരാമർശം ഉണ്ടാവില്ല. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യം ഒന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെയും അതിങ്ങനെ ഒരു പരാമർശത്തിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, അങ്ങനെയൊന്നുണ്ട് എന്നുള്ള ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ഈ കൃതി ഇത് പ്രകാശനം ചെയ്യപ്പെട്ടതോടെയാണ് ഇതിന്റെ വിധ്വംസകമായ ജാത്യാതീശ വിരുദ്ധമായ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത്. അതുപോലെ തന്നെ പരാമർശിക്കപ്പെടേണ്ട ഒരു കൃതിയാണ് ഞാൻ സാധാരണ ഇപ്പോൾ പറയാറുള്ളതാണ്. കാരണം ഇത് ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്. പച്ചന്നൂർ പതികം എന്ന് പറയുന്ന ഒരു കൃതി 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഷെൽഡൻ പൊള്ളക്കിന്റെ രീതിശാസ്ത്രം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വെർണാക്കുലറൈസേഷൻ എങ്ങനെയാണ് ഈ സാൻസ്ക്രിറ്റ് കോസ്മോപോളിറ്റിന്റെ ക്രോഷൻ അതിന്റെ അന്ത്യം കുറിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പാച്ചന്നൂർ പതികം എന്ന് പറയുന്ന കേരളത്തിലെ കൃതി അതിന് ഉത്തമ നിദർശനമായി, ഉത്തമ ഉദാഹരണമായി നിൽക്കുന്ന ഒരു കൃതിയാണ്. ഈ കൃതിയുടെ തീം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ശ്രീമാൻ ജഗൻ നമ്പൂതിരിയുമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കാര്യം ഈ മപ്പള ലഹളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയും ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റാതിരിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബ്രഹ്മദത്തനുള്ള പേര് മാറ്റിയ അദ്ദേഹം പുറത്താക്കൽ നമ്പൂതിരിപ്പാട് എന്ന മറ്റോ സ്വയം പേര് മാറ്റി ഇവരെ അന്ന് ട്രോളിംഗ് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ട്രോളിംഗ് എന്ന് പറയാം. അദ്ദേഹം നമ്പൂതിരിമാരെ തിരിച്ചു ട്രോളുന്നുണ്ട് ഈ അദ്ദേഹത്തെ ഭ്രഷ്ടാക്കിയതിന്. ഈ പാച്ചന്നൂർ പതികം എന്ന കൃതി 14-ാം നൂറ്റാണ്ടിലെ കൃതി യഥാർത്ഥ ഇതിന്റെ മറ്റൊരു അതിനു മുൻപ് നടന്ന ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു ബ്രാഹ്മണ യുവാവിനെ കല്യാണം കഴിച്ച ഒരു പറയാ യുവതി അന്നത്തെ സാഹചര്യത്തിൽ ആ പറയ യുവതി ഇങ്ങനെ യുവതിയെ ബ്രാഹ്മണ യുവാവ് കല്യാണം കഴിച്ചതോടുകൂടി ആ ബ്രാഹ്മണ യുവാവിനെയും അദ്ദേഹത്തിന്റെ അമ്മയെയും ആ ഗ്രാമത്തിൽ നിന്ന് ബ്രാഹ്മണർ പുറത്താക്കുകയാണ്. അങ്ങനെ പുറത്താക്കുമ്പോൾ ഈ ബ്രാഹ്മണരോട് ഈ യുവാവല്ല, ഈ യുവാവിന്റെ അമ്മയുമല്ല, ഈ പറയ യുവതി അവരെ ചോദ്യം ചെയ്യുന്ന കൃതിയാണ്. അതെങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ്? നിങ്ങളുടെ സംസ്കാരം എന്താണ്? നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണ്? നിങ്ങളുടെ ലോകവീക്ഷണം എന്താണ്?
ദാർശനികമായിട്ടുള്ള കൃതിയാണ്. അല്ലാതെ വെറുതെ ഒരു 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 പാട്ട് എന്നുള്ള രീതിയിലാണത് എഴുതുന്നതെങ്കിൽ പോലും അതിൻ്റെ ഉള്ളടക്കം അത് വളരെ കൃത്യമായ ഉദാഹരണങ്ങളിലൂടെ, ഇപ്പോൾ കുമാരനാശാന്റെ കവിതയുണ്ടല്ലോ, ചെന്നാള ജന്മത്തിൽ ഊഷരമാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അദ്ദേഹം ബ്രാഹ്മണനെയും പിന്നെ ചെണ്ടാളനെയും ഒക്കെ ഒന്നു തന്നെയാണ് എന്നൊക്കെ പറയുന്ന കൃതികൾ ശ്രീനാരായണ ഗുരുവിന്റെ വൈകുണ്ഠ സ്വാമികളുടെ നവോത്ഥാന കാലഘട്ടത്തിൽ മുഴുവൻ സാഹിത്യത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി വന്ന ഈ ചോദ്യമുണ്ടല്ലോ, അത് ആദ്യം ചോദിക്കുന്നത് ഈ പറയുന്നത് പച്ചമൂർ പതികത്തിലാണ്. ബ്രാഹ്മണനെ ദഹിപ്പിച്ചാലും പുലയനെ ദഹിപ്പിച്ചാലും പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ആ പുകയ്ക്ക്, ആ തീയിൽ നിന്ന് വരുന്ന പുകയ്ക്ക് ഒരേ മണമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ വേദമന്ത്രങ്ങളെ കുറിച്ച് അതിലൊരു പരാമർശമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ആര്യാധിനിവേശം അതിന്റെ പാരമ്യത്തിൽ നിന്നിരുന്ന കേരളത്തിൽ ഒരു പറയുവതി എന്ന് ചോദിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പറയുവതി എന്ന് ചോദിക്കുന്നു എന്ന ഒരു പ്രതിനിധാനം സാധ്യമാകുന്നു എന്നുള്ളതാണ് പ്രധാനം. സാഹിത്യത്തെ അത്തരത്തിൽ ഒരു പ്രതിനിധാനം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥ കഥയാണോ, നടന്ന കഥയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ആ 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കൃതിയിൽ ഈ പരാമർശമുണ്ട്. അത് പറയുന്നത്, നിങ്ങളിങ്ങനെ കുളിച്ച് കയറി വന്ന് ഉണൂരുമൊക്കെ ഇട്ട് തീ കത്തിച്ച് അതിൽ നെയ്യ് കോരി ഒഴിച്ചിട്ട് കാർമേഘം കാണുമ്പോൾ തവള കരയുന്നത് പോലെ കുറെ വേദമന്ത്രങ്ങൾ ഉരുവിട്ടത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഈ വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യാധിനിവേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിംബമായിരിക്കെ, പ്രതീകമായിരിക്കെ, ആ പ്രതീകത്തിന്റെ അടിസ്ഥാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിന്റെ വരികളാണ്. അതുപോലെ ഓരോ പതികത്തിലും കൃത്യമായി ബ്രാഹ്മണ്യ അധികാരത്തിന്റെ പ്രത്യയശാസ്ത്ര പശ്ചാത്തലത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്ത് സംസ്കാരമാണ്? മനുഷ്യരെല്ലാം ഒന്നാണ് എന്നിരിക്കെ, ദൈവം ഒന്നാണ് എന്നിരിക്കെ, ഈ ജാതിയുടെ പേരിൽ ഇങ്ങനെ വേർതിരിവുണ്ടാക്കാൻ, ഇപ്പൊ ഇനം എന്നാണ് പറയേണ്ടത്, ജാതി എന്നല്ല എന്ന് ജാതി ലക്ഷണത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ജാതി ലക്ഷണത്തിന്റെ പ്രത്യേകത ജാതി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ആ കവിതയിൽ. ജാതി ലക്ഷണം എന്ന് പേരിലേ ഉള്ളൂ, ബാക്കി പറയുന്നത് ഇനം എന്നാണ്. ഇനം സ്പീഷീസ് ആണ്, മനുഷ്യനൊരു സ്പീഷീസ് ആണ് എന്ന് നമ്മളോട് മാത്രമല്ല, ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചു, അത് ഒരു കൊളോണിയൽ ആധുനികതയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഈ ജാതി അല്ല ഇത് ഇനമാണ് എന്ന് പറയുന്നത്. അത് വംശീയത കൊണ്ടു നടക്കുന്ന സാഹിത്യത്തോടു കൂടിയാണ് ഇവർ പറയുന്നത് ഇനമാണ് എന്നുള്ളത്. കറുപ്പ് വെളുപ്പ് എന്നുള്ള വംശീയത പറയുന്നത്, നിങ്ങൾ തവിട്ട്, അവർ മഞ്ഞ, നിങ്ങൾ കറുപ്പ്, ഞങ്ങൾ വെളുപ്പ് എന്ന് പറയുന്ന സാഹിത്യത്തോടു കൂടിയാണ് ഇനം ആണ് ഉള്ളത്. അതിനപ്പുറത്ത് വേറൊരു നിറവ് നോക്കേണ്ടതില്ല എന്ന് ഇവർ പറയുന്നത്. അതിനും 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലുണ്ടായൊരു സാഹിത്യ കൃതി പച്ചമൂർ പതികം ഈ കാര്യമാണ് പറയുന്നത്. ഈ വെർണാക്കുലറൈസേഷൻ എന്ന ശബ്ദത്തിലൊക്കെ പറയുന്ന ആ ചരിത്ര ഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 കൃതികളാണ് യഥാർത്ഥത്തിൽ ഈ തിരുനെൽമാലയും രാമചരിതവും പച്ചമൂർ പതികവും. ആ അത്തരത്തിൽ അന്നത്തെ മലയാള നമ്മൾ ഇന്ന് ഇവർ മുഖ്യധാര എന്ന് പറയുന്ന ഈ മുഖ്യധാരയിൽ തന്നെ സമ്മതിച്ചുകൊണ്ടിരുന്നത്, അതായത് ഇവിടെ ആരോടാണ് സമ്മതിക്കുന്നത്? ലീലാതിലകം പുറത്തു നിൽക്കൂ എന്ന് പറയുമ്പോൾ അതേ കാലഘട്ടത്തിൽ പറയുന്നത് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തിന് പുറത്തു നിൽക്കണം? നിങ്ങളെ ആരാണ് അകത്താക്കിയത്? നിങ്ങളകത്ത് ഞങ്ങൾ പുറത്തുമാകുന്ന ആ പ്രക്രിയ എന്താണ്? ആ പ്രക്രിയയുടെ രാഷ്ട്രീയം എന്താണ്? ആ പ്രക്രിയയുടെ അടിസ്ഥാനം എന്താണ്? മനുഷ്യവംശത്തെ സംബന്ധിച്ചുള്ള അപ്രസക്തമായ വിഭജനമാണ് നിങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്നത് എന്നാണ് പച്ചമൂർ പതികത്തിൽ പറയുന്നത്. അപ്പൊ ഈ സാൻസ്ക്രിറ്റ് കോസ്മോപോളിസിന്റെ ഒരു അപജയം, സാൻസ്ക്രിറ്റ് കോസ്മോപോളിസിന്റെ ജാതിപരമായ ഇന്ത്യൻ വേരിയന്റ്, ജാത്യാധിഷ്ഠിതമായ ഇന്ത്യൻ വേരിയന്റിനെ ചോദ്യം ചെയ്യുന്ന വിധ്വംസകമായ ഒരു സാംസ്കാരിക ധാര മധ്യകാല മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. ഷെൽഡൻ പൊള്ളക്ക് എങ്ങനെയാണോ സംസ്കൃതത്തെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ കോസ്മോപോളിസ് സാർവദേശീയത എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നത്, അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ചരിത്ര ഭാഗം തന്നെയാണ് കേരളത്തിലെ മധ്യകാല മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായ കൃതികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മണിപ്രവാള സാഹിത്യത്തെ പലപ്പോഴും നമ്മൾ അപഗ്രഥിക്കാറ്. ഞാൻ മണിപ്രവാള സാഹിത്യത്തിന് പ്രാധാന്യമില്ല എന്നല്ല വിശ്വസിക്കുന്നത്. മണിപ്രവാള സാഹിത്യം പഠിക്കേണ്ടതുണ്ട്. മണിപ്രവാള സാഹിത്യത്തിന്റെ പ്രസക്തിയുണ്ട്. അതിന്റെ വിചിന്തനങ്ങൾ, അതിലെ ആശയങ്ങൾ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരള ചരിത്ര സംബന്ധിയായ നിരവധി വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഈ പാട്ട് സാഹിത്യത്തെയും മണിപ്രവാള സാഹിത്യത്തെയും വേർതിരിച്ച് നിർത്തുന്നത് സാഹിത്യപരമായ അതിൻ്റെ ഉള്ളടക്കത്തിൽ നിർലീനമായിട്ടുള്ള ഘടകങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ ലീലാതിലകക്കാരന്റെ തിട്ടൂരം വെച്ചല്ല. ലീലാതിലകക്കാരൻ ഇന്നതാണ് പാട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പാട്ടിന്റെ നിർവചനമായി സ്വീകരിച്ച് ദശാബ്ദങ്ങളായി കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല.
ലീലാതിലേകാരൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പരിമിതി, അദ്ദേഹത്തിന് ഈ വിശാലമായ വീക്ഷണം ഇല്ലാതെ പോയതിന്റെ പരിമിതി, പാട്ട് എന്ന കൃതിയെ അതിന്റെ സ്വകീയമായ മാനദണ്ഡങ്ങളനുസരിച്ച് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയല്ല, അതിന്റെ ആവശ്യമില്ല എന്ന അവജ്ഞ. അദ്ദേഹം അവജ്ഞയോടെ തന്ന ഒരു നിർവചനമല്ല പാട്ട് സാഹിത്യത്തിന് വേണ്ടത്. യഥാർത്ഥത്തിൽ മൊയ്ൻകുട്ടി വൈദ്യരുടെ മാപ്പിള സാഹിത്യവും കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മാപ്പിളപ്പാട്ട് വഴക്കങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലീലാതിലകകാരന്റെ തിട്ടൂരത്തെ നിഷ്കാസനം ചെയ്യാനും ശരിയായ രീതിയിൽ പാട്ട് പ്രസ്ഥാനത്തെ നിർവചിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അടിത്തട്ടിൽ നിന്ന് തന്നെയുള്ള ശ്രമം മലയാള ഭാഷാ ഗവേഷകരും വിദ്യാർത്ഥികളും നടത്തേണ്ടതുണ്ട് എന്നതിൻ്റെ കൂടി ഒരു സൂചനയാണ്. അത് വളരെ പ്രസക്തമാകുന്നത് പിൽക്കാല ചരിത്രത്തിൽ, ഈ മാർജിനലൈസേഷൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി പ്രസക്തമായ ഒരു വിഷയമായതുകൊണ്ട് മാത്രം അത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. 1889 ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഖണ്ഡനം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നു. ഈ ആദ്യം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രതിഭം 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. അദ്ദേഹത്തിന് ഈ ജ്ഞാനം എന്താണ് നമ്മൾ പറയുക, എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് ബോധോദയം ഉണ്ടായതിനു ശേഷം, ഒരു സന്യാസി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർവെൻഷൻ, ഇടപെടൽ എന്ന് പറയുന്നത് ശിവഗിരിയിലെ ഈ പ്രതിഷ്ഠയാണ്. അദ്ദേഹം വീഴവശിവനാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് സമപ്രായക്കാരായിരുന്ന, അല്പം മൂത്തതായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ക്രിസ്തുമത ഖണ്ഡനം എഴുതുന്നതാണ്. ക്രിസ്തുമത ഖണ്ഡനം എന്ന് പറയുന്ന അക്കാലത്ത് പ്രചരിച്ചിരുന്ന ഇന്ത്യയിലും ശ്രീലങ്കയിലും ജാഫ്നയിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ശക്തമായി പ്രചരിച്ചിരുന്ന ക്രിസ്ത്യൻ മത പരിവർത്തന ശ്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള ആര്യ സമാജിന്റെയും ബ്രഹ്മസമാജിന്റെയും ശ്രമങ്ങളുടെ ഭാഗമായി, കാരണം ഈ ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശ് ഒരു പുസ്തകം, അതിനകത്ത് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ക്രിസ്തുമത ഖണ്ഡനവും ഒന്ന് ഇസ്ലാം ഖണ്ഡനവുമാണ്. അപ്പോൾ ഈ ആദ്യത്തെ പതിപ്പിൽ ഈ ക്രിസ്തുമത ഖണ്ഡനവും ഇസ്ലാം ഖണ്ഡനവും പ്രസിദ്ധീകരിച്ചില്ല. കാരണം അതൊരു ബ്രിട്ടീഷുകാരനായിരുന്നു പ്രസിദ്ധീകരിച്ചത്. പുള്ളി പറഞ്ഞപ്പോൾ ഈ പ്രകാശനം ചെയ്യുന്നവർ പലപ്പോഴും ഈ പുസ്തകത്തിൽ ഇടപെടുന്നത്, അവർ ചില വെട്ടലും തിരുത്തലും ഒക്കെ നടത്തും. നമ്മുടെ ബഹുമാനായ ശശി തരൂരിയുടെ അങ്ങനെ ഒരു കുടുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോളം ഉണ്ട്. ആ കോളം ലോകത്തിലെ പല പത്രങ്ങൾ സിൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സിൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേ കോളം, നമ്മളിപ്പോൾ ഒരു കോളം എഴുതുന്നുണ്ടെങ്കിൽ അത് മറ്റ് പത്രങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ പ്രധാന പത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ പത്രത്തിലൊക്കെ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ കോളങ്ങൾ എല്ലാ പത്രങ്ങളിലും, പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ വരും. സിൻഡിക്കേറ്റഡ് കോളം എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലെ ഈ ഡെയിലി എന്ന് പറയുന്ന പത്രവും ഇത് സിൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീർ എന്ന് തരൂർ എഴുതിയ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ എഡിറ്റർ ഇന്ത്യൻ ഓക്കുപ്പൈഡ് കാശ്മീർ അവർ പറയുന്ന രീതിയിൽ, നമ്മൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് അവർ ഇന്ത്യൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം BJPയുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ മുഴുവൻ ശശി തരൂർ ഇതാ ഇന്ത്യയും കാശ്മീരിനെ ഇന്ത്യൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് എഴുതുന്നത് ഞാനല്ല, അവിടുത്തെ എഡിറ്റർ ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. എഡിറ്റർമാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, പല രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുപോലെ ഈ ദയാനന്ദ സരസ്വതിയോട് ബ്രിട്ടീഷുകാരനായ പബ്ലിഷർ പറഞ്ഞു, പുസ്തകമൊക്കെ കൊള്ളാം, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി, ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, മറ്റു മതങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കില്ല. പക്ഷേ 2ാം പതിപ്പിൽ അദ്ദേഹം ഇത് രണ്ടും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇസ്ലാം മത ഖണ്ഡനവും ക്രിസ്തുമത ഖണ്ഡനവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1878-ോ 79-ോ ആണെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത ഖണ്ഡനം വരുന്നത്. അപ്പോൾ ഈ ദയാനന്ദ സരസ്വതി ഇസ്ലാമത ഖണ്ഡനം നടത്തിയിട്ടുണ്ട്, ക്രിസ്തുമത ഖണ്ഡനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഖണ്ഡനം നടത്തുന്നുണ്ട്. അതിന് മറുപടി പറയുന്നുണ്ട്. ഈ ദയാനന്ദ സരസ്വതി പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മിഷണന്മാർക്ക് മറുപടി പറയുന്നുണ്ട്. 1891 മക്തിത്തങ്ങൾ അഹമ്മദിയ പ്രസ് സ്ഥാപിക്കുന്നു. അഹമ്മദിയ പ്രസ് സ്ഥാപിച്ചിട്ട് മക്തിത്തങ്ങൾ എന്താണ് ചെയ്തത്? ഈ ഇസ്ലാം മത ഖണ്ഡനത്തിനെതിരെ, അതായത് ഹിന്ദുമത ഖണ്ഡനം എങ്ങനെയാണോ ക്രിസ്ത്യൻ മിഷണറിമാർ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ അവർ നിർവഹിക്കുന്ന ഒന്നാണ് ഇസ്ലാം മത ഖണ്ഡനം. ക്രിസ്ത്യൻ മിഷണറിമാർ ഹിന്ദുമത ഖണ്ഡനം നടത്തുമ്പോൾ അതിനെതിരെ ക്രിസ്തുമത ഖണ്ഡനം നടത്തുന്ന ചട്ടമ്പി സ്വാമികളെ നമ്മൾ ആരായിട്ടാണ് കാണുന്നത്? കേരളത്തിലെ നവോത്ഥാന നായകൻ. അത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുമത ഖണ്ഡനം നടത്തിയപ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കിയത്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശൂദ്രനാണ്. ശൂദ്രൻ വേദം വായിച്ചാൽ കേട്ടാൽ ഉരുക്കി ഒഴിക്കണം. നീതിശാസ്ത്രത്തിൽ പറയുന്നത്, മനുസ്മൃതിയിലല്ല, നീതിശാസ്ത്രത്തിൽ പറയുന്നു ഉരുക്കി ഒഴിക്കണമെന്ന്. അപ്പോൾ വേദം കേൾക്കാൻ അർഹതയില്ലാത്ത ഞാൻ എങ്ങനെയാണ് വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മതത്തെ സംരക്ഷിക്കുക എന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വേദാധികാര നിരൂപണം എന്നൊരു പുസ്തകം തൊട്ട് ഉടനെ തന്നെ അദ്ദേഹം എഴുതുന്നത് ഈ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ വേദം വായിക്കാം എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള അദ്ദേഹത്തിന്റെ ഏക ആധാരം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വേദാധികാര നിരൂപണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും കാതലായ ഒരു
ഒരു വശം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അപപരീക്ഷയമല്ല വേദങ്ങളെന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനം ഇത് വേദങ്ങളിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഏതാണ് ഈ സൂര്യന് വായിക്കാൻ പാടില്ല എന്നുള്ളത് വേദങ്ങളിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. കൃതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിർവചനം ഉണ്ടാകുന്നത് ആർക്ക് സ്വീകാര്യമാണ്, ആര് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ അതിന് പുറത്ത് നടക്കുന്ന വ്യവഹാരമാണ്. അതുകൊണ്ട് ഈ യുക്തി കൊണ്ട് അതിനെ പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഭക്തിതങ്ങൾ എന്താണ് ചെയ്തത്? ഭക്തിതങ്ങൾ ചെയ്തത് ഇതേ കാര്യമാണ്. ഇസ്ലാം മതത്തിനെതിരെയുള്ള സ്കാൻഡലൈസേഷനെ അദ്ദേഹം ഈ അഹമ്മദിയ പുസ്തകം തുടങ്ങുകയും അദ്ദേഹം പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ച് ഈ മതഘടനത്തെ എതിർത്തു. അദ്ദേഹം ആരാണ്? മുസ്ലിം മത പരിഷ്കരണത്തിൽ ഇടപെട്ടയാണ്. ചട്ടമ്പി സ്വാമികൾ ആരാണ്? ചട്ടമ്പി സ്വാമികൾ നവോത്ഥാന നായകൻ. കാരണം ചട്ടമ്പി സ്വാമികൾ ചെയ്യുന്നതാണ് കേരള ചരിത്രത്തിലെ ഇടപെടൽ. ഭക്തിതങ്ങൾ ചെയ്യുന്നത് കേരള ചരിത്രത്തിൽ ഇടപെടല്ല, മുസ്ലിം സമുദായത്തിനുള്ളിലെ ഇടപെടൽ മാത്രമാണ്. ഇതാണ് മാർജിനലൈസേഷൻ. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സങ്കല്പനം തന്നെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുള്ളത് ഒരു വ്യവഹാരമാണ്. നവോത്ഥാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. കാരണം നവോത്ഥാന വ്യവഹാരമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. നവോത്ഥാനം ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ നവോത്ഥാന വ്യവഹാരമുണ്ട്. അതൊരു നവോത്ഥാന വ്യവഹാരം ഒരു വ്യവസായം തന്നെയാണ് കേരളത്തിൽ. നവോത്ഥാന വ്യവസായം എന്ന് വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാവുന്ന രീതിയിൽ പറന്ന് പന്തലിച്ച ഒരു സംഗതിയാണ് ഈ നവോത്ഥാന വ്യവഹാരം എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു മാർജിനലൈസേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് അങ്ങോട്ട് അതുകൊണ്ടാണ് ഈ മാപ്പിള സാഹിത്യവും നവോത്ഥാനം എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ അത് നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് അംഗീകരിക്കപ്പെടാതെ പോകുന്നത്. കാരണം ഭക്തിതങ്ങളുടെ ഇടപെടലുകളിൽ പല പോരായ്മകളും ഒരു പുരോഗമന ലെൻസിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടാലുണ്ടാവും. നരാഭിചാരി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് പുരുഷന്റെ പിന്നാലെ മാത്രം നടക്കേണ്ട ആളാണ് സ്ത്രീ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മഹർ കൊടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് പുരുഷൻ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട അന്നത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമികവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസക്തി എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും നേരത്തെ ഈ പറഞ്ഞതുപോലെ, അതായത് ബാലകൃഷ്ണൻ പള്ളിക്കുന്നിനെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹം മുഖ്യധാരയുമായി ഇതിനെ ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഈ മൊത്തം വ്യവഹാരത്തിന്റെ പരിമിതിയുണ്ട്. ആ മൊത്തം വ്യവഹാരത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് ഇത് മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയി. അങ്ങനെ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അതാണ് അതിന്റെ ഐറണി. ഭക്തിതങ്ങളെ നമ്മൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് പുരോഗമന ചിന്തയിൽ നിന്നൊക്കെ മറ്റും എല്ലാവരും വലിയ പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു. അങ്ങനെയല്ല, അതിന് പല ഘട്ടങ്ങളുണ്ട് മനുഷ്യ വികാസത്തിന്റെയും മനുഷ്യ ഭൗതിക വികാസത്തിന്റെയും ഒക്കെ ചരിത്രത്തിൽ. പക്ഷേ ഭക്തിത്വങ്ങളിലെ പരോക്ഷമായെങ്കിലും മുഖ്യധാരാ നവോത്ഥാനം അംഗീകരിക്കുന്നത് അദ്ദേഹം ഈ അറബി മലയാളം ഉപയോഗിക്കാതെ ഈ ശുദ്ധ മലയാളം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അത് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റേതിനെ മുഖ്യധാരയായിട്ട് അംഗീകരിക്കുകയല്ല. ഈ മനുഷ്യൻ നല്ലതാകുന്നത് എപ്പോഴാണ്? ഈ മനുഷ്യൻ നല്ലതാകുന്നത് നമ്മുടെ ഭാഷ അദ്ദേഹം സ്വീകരിക്കുമ്പോഴാണ്. പക്ഷെ അങ്ങനെ സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. ഈ മാർജിനലൈസേഷൻ നടന്ന് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് അറിയാം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ചില സാംസ്കാരിക ലെഗസികളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. അത് നിലനിർത്തേണ്ടതുണ്ട്. അതിന് മുഖ്യധാരയുമായി സമ്മതിക്കേണ്ടതുണ്ട്. മുഖ്യധാരയുമായി സമ്മതിക്കണമെങ്കിൽ മുഖ്യധാരയുടെ ഭാഷ സ്വീകരിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. അതായത് അറബി മലയാളം മുഖ്യധാരയിൽ സ്വീകരിക്കപ്പെടാതെ പോയതിന്റെ ബാക്കി പത്രമാണ് അദ്ദേഹത്തിന്റെ മുഖ്യധാരയുമായിട്ടുള്ള സംവാദം. ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. മുഖ്യധാരയായി മാറാൻ മാപ്പിളപ്പാട്ടിന് കഴിയാതെ പോയതിനുള്ള രോഷമാണ്, വേദനയാണ്, വ്യാകുലതയാണ് യഥാർത്ഥത്തിൽ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിന്റെ കൃതികൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ പ്രസക്തി. ഭക്തിതങ്ങളുടെയും പ്രസക്തി അങ്ങനെയാണ്. ഭക്തിതങ്ങൾ ഈ ഭാഷയിൽ സംസാരിക്കാൻ തയ്യാറായത്, ഈ ഭാഷ നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് മുസ്ലിം ജനസാമാന്യത്തോട് പറഞ്ഞതിന് പിന്നിൽ ഈ വേദനയും ഈ മാർജിനലൈസേഷന്റെ വേദനയും അത് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം നല്ല കാര്യം ലീലാതിലകകാരന്റെ യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട്, ലീലാതിലകകാരന്റെ ഭാഷാ യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട്, സാംസ്കാരിക യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭക്തിത്വങ്ങളെ നിർവഹിക്കാനാണ്, ബാലകൃഷ്ണൻ പള്ളിക്കുന്നിൽ നിർവഹിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിട്ടുപോകുന്നത്, നമ്മൾ മിസ് ചെയ്യുന്നത് ഇവരുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ അന്തസത്ത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ മുതലാണ്.